പൊതുനയ ഗവേഷണ സ്ഥാപനമായ സെന്റർ ഫോർ പോളിസി റിസർച്ചിന് വിദേശ സംഭാവന സ്വീകരിക്കാനുള്ള ലൈസൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. ചട്ടലംഘനം ആരോപിച്ചാണ് നടപടി. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, വിശദാംശങ്ങൾ. നയരൂപീകരണ സ്ഥാപനമായ സെന്റർ ഫോർ പോളിസി റിസർച്ചിന്റെ FCRA ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഈ നയരൂപീകരണ സ്ഥാപനം ഈ വിദേശ വിനിമയ ചട്ടങ്ങൾ, വിദേശത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നതിന്റെ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. 2023 ഫെബ്രുവരി 27 താൽക്കാലികമായി ഈ CPRന്റെ FCRA ലൈസൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരുന്നു. 180 ദിവസത്തേക്കായിരുന്നു ഈ സസ്പെൻഷൻ. അതിന് ശേഷം പിന്നീട് വീണ്ടും 180 ദിവസത്തേക്ക് കൂടി ഈ സസ്പെൻഷൻ വർദ്ധിപ്പിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം ഔദ്യോഗികമായി ഈ സ്ഥാപനത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി ലൈസൻസ് അല്ലെങ്കിൽ ഈ വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെയായിരുന്നു പോളിസി സെന്റർ ഫോർ റിസർച്ച് എന്ന സ്ഥാപനം. കഴിഞ്ഞ 2022 സെപ്റ്റംബറിൽ ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ പരിശോധനയെ തുടർന്ന് ഇതടക്കമുള്ള വിവിധ സ്ഥാപനങ്ങൾ നടത്തിയ റെയ്ഡായിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയോ എന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിശദീകരണങ്ങൾ വന്നില്ല. എന്നാൽ ഈ വിദേശ സംഭാവന സ്വീകരിക്കാനുള്ള FCRA ലൈസൻസ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും നൽകുന്ന സൂചനയനുസരിച്ച് ഈ കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ, റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചുവെന്നും അത് ഈ ചട്ടങ്ങൾക്ക് എതിരാണ് എന്നും ഇതിനെ തുടർന്നാണ് ഈ ലൈസൻസ് റദ്ദാക്കുന്ന നടപടി ഉണ്ടായത് എന്നുള്ളതുമാണ്. പ്രജിൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.